إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد النبي صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്നതുപോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും പരിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള നോമ്പുകളും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ മറ്റു എല്ലാ ഇബാദത്തുകളും അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൻ്റെ ഈ ഒരു വർഷത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് ലഭിക്കാത്ത വലിയ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നതിന് വേണ്ടി നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തു. വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിനരികിലെത്തി തിരിച്ചു പോരുന്നതിനെ നാം ഗൗരവത്തിലാണ് നമ്മളൊക്കെ കാണാറുള്ളത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വലിയ സ്വപ്നമായിരുന്നു
പഠിച്ച് വലിയ ഒരു ഉദ്യോഗം ലഭിക്കുക എന്നുള്ളത്. അങ്ങനെ പഠിച്ച് അവൻ വിചാരിച്ച രൂപത്തിലുള്ള മുന്നേറ്റമുണ്ടായി. അവൻ ഒരു MBBS കാരനായി. അതിനുവേണ്ടി അവൻ്റെ രക്ഷിതാക്കൾ ഒരുപാട് ലക്ഷങ്ങൾ തന്നെ ചെലവഴിക്കുകയും ചെയ്തു. അവസാന പരീക്ഷ എഴുതി അതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടാതിരുന്നാൽ അയാളെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുക? അതുപോലെ തന്നെ വിദേശത്തേക്ക് വേണ്ടി നല്ലൊരു ജോലി അന്വേഷിച്ചു പോയി. അങ്ങനെ വിദേശത്ത് അവിടെ അദ്ദേഹത്തിന് നല്ല ഒരു ജോലി ലഭിക്കുകയും വലിയ ശമ്പളമുള്ളൊരു ജോലി കിട്ടുകയും ചെയ്തു. പക്ഷേ ഏതാനും ദിവസങ്ങൾ മാത്രം ജോലി ചെയ്ത് അദ്ദേഹം തിരിച്ചു പോരുകയും ചെയ്താൽ അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുക? ഇപ്രകാരം വിലപിടിപ്പുള്ള അമൂല്യമായ നിധിശേഖരമുള്ള ഒരു കെട്ടിടത്തിൻ്റെ കവാടത്തിലെത്തിയ ഒരാൾ അവിടെ പ്രവേശിക്കാതെ അത് പരിഗണിക്കാതെ തന്നെ തിരിഞ്ഞു പോന്നാൽ അയാളെക്കുറിച്ച് നമ്മൾ എന്ത് പറയും? ഞാൻ ഈ 2-3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തന്നത് ഏറ്റവും വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു നേട്ടമാണ് സ്വർഗം എന്നുള്ളത്. ഉഇദ്ദത ലിൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി ഇത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. റമളാനിൻ്റെ ഓരോ ദിനരാത്രികളെയും ആ ഒരു നിലക്ക് നമ്മൾ ആ സ്വർഗമെന്ന കവാടത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉറക്കമൊഴിച്ച് നമസ്കരിച്ചത്. നമ്മൾ വിശപ്പും ദാഹവും സഹിച്ച് നമ്മൾ ഓരോ ദിവസവും നോമ്പ് നോക്കുന്നത്, നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുന്നത്, നമ്മുടെ കീശയിൽ നിന്ന് കഴിയുന്ന രൂപത്തിൽ പണം എടുത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് നൽകുന്നത്, ഇതൊക്കെ സുഹൃത്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗത്തിൻ്റെ കവാടത്തിലൂടെ നമുക്ക് പ്രവേശിക്കണം എന്ന ഒരൊറ്റ മനസ്സുകൊണ്ടാണ്. അതുകൊണ്ട് അതിൻ്റെ മുമ്പിലെത്തിയിട്ട് ആ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുക്കലെത്തി തിരിഞ്ഞു പോരുന്ന ഒരാളായി മാറരുത് നമ്മൾ ആരും. അതിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ, നിങ്ങൾ ആ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു നിങ്ങൾ വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യണമെന്ന്. സുഹൃത്തുക്കളെ, ഈ അവസാന നിമിഷത്തിൽ ഞാനും നിങ്ങളുമൊക്കെ എത്തി നിൽക്കുമ്പോൾ ആലോചിച്ചു നോക്കുക, നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട്? ഒരു തവണയെങ്കിലും ഈ റമളാൻ വന്നിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഓതിത്തീരാൻ ആയോ എന്ന ഒരു ആത്മപരിശോധന നടത്താൻ ഈ അവസാന വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ ഭവനത്തിലിരുന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ദിക്റുകളും ദുആകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് എത്രത്തോളം നടത്താൻ പറ്റിയെന്നും അങ്ങനെയുള്ള ഒരു ആലോചന നടത്താൻ, അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ചെയ്തു പോയിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ട്, ഞാൻ എൻ്റെ റബ്ബിനോട് അതൊക്കെ ഏറ്റു പറഞ്ഞുവോ, എൻ്റെ റബ്ബെനിക്ക് പൊറുത്തു തന്നുവോ എന്നുള്ള ഒരു ആത്മപരിശോധന നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ, മോശപ്പെട്ട കാര്യങ്ങൾ അത് നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ, അത്തരത്തിലുള്ള സംസാരങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് റമളാനിൻ്റെ തുടക്കത്തിൽ ശ്രദ്ധ കൊടുത്തതുപോലെ
ഈ അവസാനത്തിലും എനിക്കും നിങ്ങൾക്കും ശ്രദ്ധ കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ സ്വർഗ കവാടത്തിലേക്കുള്ള പാതയിൽ നിന്ന് തിരിഞ്ഞു നടക്കൽ അതിഗൗരവമുള്ള വിഷയമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ 38-ാമത്തെ അധ്യായം അതിൽ 50-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്, ജന്നാതി അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പകർത്തി ഏതൊരു വിശ്വാസിയാണോ തൻ്റെ അമലുകളുമായി ആ റബ്ബിന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ എത്തുന്നത്, ജന്നാതി അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്, അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗം അവർക്കിതാ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമ്മുടെ ജീവിതത്തിൽ ആ സ്വർഗത്തിന് വേണ്ടിയുള്ള നന്മകൾ എത്രത്തോളം ഈ റമളാനിൽ ഞാനും നിങ്ങളും ചെയ്തു എന്ന ഒരാലോചന നടത്താൻ നമ്മൾ ഓരോരുത്തരും സ്വയം വിചിന്തനം നടത്തേണ്ട ഒരു സമയങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫിൽ ജന്നതി സമാനിയതു അബ്വാബ്, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട് എന്നാണ്. ആ സ്വർഗത്തിന്റെ കവാടങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിന്റെ 1-ാമത്തെ ദിവസം എത്തിക്കഴിഞ്ഞാൽ, വഫുതിഹത് അബ്വാബുൽ ജീനാൻ, സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളെയും അല്ലാഹു തുറക്കപ്പെട്ടിരിക്കുകയാണ്. റമളാനിന്റെ തുടക്കത്തിൽ നിങ്ങൾ ഓരോരുത്തരും കേട്ട ഒരു ഹദീസാണ്. റമളാൻ എത്തിക്കഴിഞ്ഞാൽ ഫുതിഹത് ലഹു അബ്വാബുൽ ജീനാൻ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങളെയെല്ലാം തുറക്കപ്പെട്ടിരിക്കുന്നു. ഫലം യുഗ്ലഖ് ഫീഹാ ബാബുൻ, ആ വാതിൽ പിന്നീട് അടക്കുകയില്ല. റമളാൻ കഴിയുന്നതുവരെ സുഹൃത്തുക്കളെ ആ വാതിൽ ഒരിക്കലും അടക്കപ്പെടുകയുന്നില്ല എന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് ആരാണ് ഈ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്തുക എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നമ്മുടെ പേര് മുസ്ലിം പേരായതുകൊണ്ടോ റേഷൻ കാർഡിലോ ഐഡന്റിറ്റി കാർഡുകളിലോ പാസ്പോർട്ടിലോ നമ്മൾ മുസ്ലിം എന്ന പേരോ അതല്ലെങ്കിൽ ജാതി പറയുന്നിടത്ത് മുസ്ലിം എന്ന് എഴുതിയത് കൊണ്ടോ ആ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടക്കുകയില്ല. മറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തെ ആളുകൾ ആരാണ്? തഖ്വയുള്ളവർ എന്നാണ്. അല്ലാഹുവിനെ കൃത്യമായി ഭയപ്പെട്ട് അയാൾ ഒരു മനുഷ്യന്റെ ജീവിതം നന്നാക്കി മുന്നോട്ട് പോയത് ആരാണോ അവരെ സംബന്ധിച്ചിടത്തോളം അവന് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നോക്കൂ, നിങ്ങൾ റമളാനിന്റെ തുടക്കത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ കേട്ടിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ ഞാൻ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ദാഹവും വിശപ്പും പഠിക്കുന്നതിന് വേണ്ടിയാണോ? അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണോ? അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ളവരായി മാറാനാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ തഖ്വ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടത് ഞാനാണ്. നിങ്ങളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആലോചിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരാണ്. ഇനിയുള്ള ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ തഖ്വ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സംശുദ്ധരാകുന്ന ആളുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. നോക്കൂ, നിങ്ങൾ ആർക്കാണ് സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്? അഅദത്തു ലിഇബാദി സ്സാലിഹീൻ, ഞാൻ എൻ്റെ യഥാർത്ഥ അടിമകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പ്രവാചകന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും
ആര് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുവോ അഅദത്തു ലിഇബാദി ഇസ്സാലിഹീൻ മാലാ ഐനും റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സ്വർഗമാണ്. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും ഇതുവരെ കേൾക്കാത്ത സ്വർഗമാണ്. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും ചിന്തിക്കാൻ പറ്റാത്ത സ്വർഗം ആർക്കു വേണ്ടി ഒരുക്കിയിട്ടുണ്ട്? അഅദത്തു ലിഇബാദിഹി സ്സാലിഹീൻ, യഥാർത്ഥ ഇബാദത്ത് ചെയ്യുന്ന എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ഏത് സമയവും ഈ ദുനിയാവിനോട് വിട്ടുപോകേണ്ടവരാണ് എന്ന ഒരു ബോധത്തോടുകൂടി, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കണ്ണുകൾ ചിമ്പിക്കൊണ്ടിരിക്കുന്ന കണ്ണുകൾ അതടഞ്ഞു പോകും. നമ്മുടെ മിടിപ്പിക്കുന്ന ഹൃദയങ്ങൾ അത് നിന്നുപോകും. അത് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ആരും നമ്മെ വീട്ടിൽ വെച്ച് പൊറുപ്പിക്കില്ല. നമ്മുടെ വീട്ടിൽ വെച്ച് ആരും തന്നെ താമസിപ്പിക്കുകയില്ല. നേരെ കൊണ്ടുപോയി വെക്കുന്നത് നമ്മുടെ അടുത്തുള്ള നമ്മുടെ മഹല്ലിലെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവിടം മുതലാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ആ ഖബറിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള പ്രയാസങ്ങളെ മാറിക്കിട്ടാൻ, അവിടെയുള്ള ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ, അവിടുത്തെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അങ്ങനെ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന ഓരോ അമലുകളും നാളെ റബ്ബിന്റെ അടുക്കൽ അങ്ങനെ രക്ഷപ്പെട്ട് അവസാനം വിചാരണയും കഴിഞ്ഞ് സിറാത്തും കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ അടിമകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ സ്വർഗത്തിലേക്ക് എത്താൻ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ പണിയെടുക്കണം. നമുക്ക് അധ്വാനിക്കാനുള്ളത്, നമുക്ക് പണികളെടുക്കാനുള്ളത് ഈ ദുനിയാവിൽ വെച്ചാണ്. ദുനിയാവിലെ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റും. SSLC പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് വിദ്യാർത്ഥികളൊക്കെ. ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്ന് തോറ്റുപോയാൽ, അതല്ലെങ്കിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയാൽ, അത് തിരിച്ചു പിടിക്കാൻ ഒരു വർഷം നഷ്ടപ്പെടാതെ പരീക്ഷ തൊട്ടുടനെ തന്നെ ഉണ്ടാകും. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ഒരു പരീക്ഷയ്ക്കുള്ള അവസരമില്ല. പല ആളുകളും വിലപിക്കുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവേ, ഒന്ന് മടക്കി തരുമോ? കുറച്ച് സമയം എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കി തരുമോ? ദുനിയാവിന്റെ സുഖങ്ങളിൽ ഒന്നും കൂടെ ജീവിക്കണം എന്ന് പറയുന്നതല്ല. അല്ലെങ്കിൽ ദുനിയാവിൽ ഞാൻ ചെയ്യാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല. അള്ളാഹുവിനോട് വിലപിക്കുന്ന ആ ആയത്തിൽ പറയുന്നത്, ഞാൻ ആയിക്കൊള്ളാം അള്ളാഹുവേ, ഞാൻ വിട്ടുവീഴ്ച വരുത്തിയ, ഞാൻ ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റിവെച്ചിരുന്ന പല നന്മകളും ഉണ്ടായിരുന്നു. എനിക്ക് അവസരങ്ങൾ കിട്ടിയപ്പോഴെല്ലാം അതിൽ നിന്ന് ഞാൻ മാറിപ്പോയി. പടച്ചവനെ, എന്റെ മരണത്തിന്റെ സമയത്ത് എന്നെ ഒന്ന് കുറച്ച് സമയം നീ എനിക്ക് ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരം താ അല്ലാഹ് എന്ന് പറയുന്ന, വിലപിക്കുന്ന ഒരവസരം സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു പറയും, കല്ലാ കല്ലാ, ഒരിക്കലുമില്ല, ഇനി നിനക്ക് അവസരമില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് നിന്റെ ഒരു വെറും വർത്തമാനമാണ്. അവസരങ്ങൾ ഒരുപാട് നിന്റെ മുമ്പിലേക്ക് എത്തി, ഒരുപാട് റമളാനുകൾ നിന്റെ മുമ്പിലെത്തി. റമളാൻ വരട്ടെ, ഞാൻ നന്നാകാമെന്ന് വിചാരിച്ചിരുന്ന, അതല്ലെങ്കിൽ ഈ റമളാൻ പ്രതിജ്ഞയെടുത്തിരുന്നു നന്നാകാം. പക്ഷേ സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ, ജീവിതത്തിന്റെ ഇന്നലകളിൽ ചെയ്ത തെറ്റുകളെ ഏറ്റു റബ്ബിനോട് പറയാൻ വലിയ സുവർണാവസരങ്ങൾ ഈ റമളാനിലൂടെ നമുക്ക് കിട്ടിയിട്ടും അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല എങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ വിലപിക്കുന്ന ആളുകളിൽ നമ്മൾ പെട്ടുപോകും. അതിൽ നിന്ന് രക്ഷപ്പെടണം സുഹൃത്തുക്കളെ. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന, പല സമയത്തും ഞാനും നിങ്ങളും ഒക്കെ കേട്ട ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പ്രവാചകന്റെ മദീനയിലെ മിമ്പറിലേക്ക് കയറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിന് 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലെടുത്തു വെച്ചപ്പോൾ ആമീൻ എന്ന് പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്തു വെച്ചപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവർ സഹാബത്ത് കാണാത്തൊരു കാര്യമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബക്ക് ശേഷം, ഖുതുബ കഴിഞ്ഞതിന് ശേഷം സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്,
ഇന്നത്തെ കാര്യത്തെക്കുറിച്ച്. എന്താണ് പ്രവാചകരെ എന്നും ഞങ്ങൾ കാണാത്ത ഒരു കാര്യം? പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്തു വെച്ച സമയം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു 3 കാര്യങ്ങളെക്കുറിച്ചാണ്. അതിലൊന്നാമത്തെ കാര്യം, വൃദ്ധരായ മാതാപിതാക്കൾ ഒരാൾക്കുണ്ടായിട്ട് അവരെ നോക്കി അവർക്ക് സേവനങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ഒരാൾക്ക് സ്വർഗം നഷ്ടമാകുന്നു എങ്കിൽ അവൻ തുലയട്ടെ. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവൻ തുലയട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു. ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. ഞാൻ രണ്ടാമതെൻ്റെ മിമ്പറിലെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരാൾക്ക് റമളാൻ ലഭിച്ചിട്ട് റമളാനിലെത്താൻ കഴിഞ്ഞിട്ട് ആ റമളാനിലൂടെ നന്മകൾ ചെയ്യാനുള്ള അവസരവും ആയുസ്സും അള്ളാഹു കൊടുത്തിട്ട് അവൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് ആ പാപങ്ങളൊന്നും പൊറുക്കാത്ത രൂപത്തിലാണ് അവൻ റമളാനിൽ നിന്ന് ഇറങ്ങുന്നത് എങ്കിൽ അവൻ തുലയട്ടെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുന്ന സമയത്ത് സ്വലാത്തു ചൊല്ലാത്തവൻ അവൻ നശിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആമീൻ എന്ന് പറഞ്ഞു എന്ന്. സുഹൃത്തുക്കളെ, ഈ റമളാനിൻ്റെ അവസാനത്തിനെത്തി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു വചനമാണ്. റമളാൻ കിട്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് അല്ലാഹു കൊടുക്കാത്ത റമളാൻ. നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും 1, 2, 3 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. അവർക്ക് കൊടുക്കാത്ത 3, 4 വർഷത്തെ റമളാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു നൽകി. നമ്മൾ അവരെക്കാൾ മുമ്പിലെത്തേണ്ടതുണ്ട്. അവരെക്കാൾ 4 വർഷത്തെ നോമ്പ് നോൽക്കാൻ നമുക്ക് സാധിച്ചു. അവരെക്കാൾ 4 വർഷത്തെ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു. അവരെക്കാൾ 4 വർഷത്തെ നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചു. ഇങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ആയുസ്സും ആരോഗ്യവും നൽകി. പക്ഷേ സുഹൃത്തുക്കളെ, ഈ റമളാനിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോഴും നമ്മൾ ഒന്നും അള്ളാഹുവിനോട് ഏറ്റുപറയാതെ, നമുക്ക് അള്ളാഹു പുറത്തു തരാതെയാണ് ഈ റമളാൻ അവസാനിക്കുന്നത് എങ്കിൽ നമ്മളും ആ നഷ്ടക്കാരുടെ കൂട്ടത്തിലായി പോകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്കെത്താൻ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനങ്ങൾ ചെയ്യണം. അതെങ്ങനെയാണ്? നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കൂ. ഇപ്പോൾ റമളാനിൽ ഓരോരുത്തരും വെള്ളിയാഴ്ചയായാലും മറ്റുള്ള നമസ്കാരത്തിനായാലും ഒക്കെ കുറച്ചൊക്കെ നേരത്തെ എല്ലാവരും പള്ളിയിലേക്ക് എത്തുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ധാരാളം ചെയ്യുന്നു. ഇത് സുഹൃത്തുക്കളെ ഒരിക്കലും അവസാനിപ്പിക്കരുത്. അതാണ് ഞാനും നിങ്ങളും തഖ്വയുള്ളവരായിട്ടുണ്ട് എന്ന് അതിൻ്റെ ചില അടയാളങ്ങൾ നമുക്ക് റമളാൻ കഴിഞ്ഞാലും കാണാൻ പറ്റും എന്നത് അതത്തരത്തിലുള്ള ആളുകളിലാണ്. നമ്മൾ നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അത് പഠിക്കുന്ന ആളായിരിക്കണം നമ്മൾ. റമളാൻ കഴിഞ്ഞാലും ഈ പള്ളിയുടെ പരിസരത്തോ പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ വിശുദ്ധ ഖുർആൻ സുഹൃത്തുക്കളെ ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റുള്ള ക്ലാസ്സിൽ സുഹൃത്തുക്കളെ നമ്മൾ പങ്കെടുക്കും. ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം എത്രയോ മണിക്കൂറുകൾ പലതിനും വേണ്ടി ചെലവഴിക്കുമ്പോൾ ഈ റമളാനിൻ്റെ അവസാനത്തിൽ ഈ റമളാനിൽ നമ്മൾ തീരുമാനിക്കുക, ആഴ്ചയിൽ ഒരു ദിവസം ഒരു 45 മിനിറ്റുള്ള ക്ലാസ്സിന് ഖുർആനിൻ്റെ ആ അർത്ഥത്തോടു കൂടി പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പോയി ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഞാനത് പഠിക്കാൻ ഒരുങ്ങും. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതാത്ത ഒരു ദിവസം എനിക്കുണ്ടാവുകയില്ല എന്ന ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ റമളാനിനോട് വിട പറയേണ്ടത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് തിന്മകളോട്
നോ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി ആ തിന്മയിലേക്ക് ഞാൻ ഇല്ല എന്ന് പറയാൻ, ആ തിന്മയിലേക്ക് അടുക്കുകയില്ല എന്ന് പറയാൻ സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും തീരുമാനങ്ങളും എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വിശുദ്ധ ഖുർആനിലെ ആയത്തോതി നമ്മെ പഠിപ്പിക്കുന്നു, ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്തിദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ. ഐഹിക ജീവിതത്തിന് ആണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ, ഒരുപാട് കുത്തുബയും ക്ലാസും ഒക്കെ കേട്ടിട്ടും റമദാൻ ഒരുപാട് ലഭിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും ഈ ദുനിയാവിന് തന്നെയാണ് ഇനിയും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞത് ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, അള്ളാഹു അവരെ അത്തരത്തിലുള്ള ആളുകളെ നരകത്തിലേക്കാണ് എത്തിക്കുക എന്നാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തുന്നതിനെ കുറിച്ച് ഭയപ്പെട്ട് ഒരാൾ ജീവിച്ചാൽ വനഹൻ നഫ്സ അനിൽ ഹവാ, അവൻ തൻ്റെ സ്വന്തം ഇച്ഛകളെ അതിൽ നിന്ന് മാറ്റുകയും ചെയ്താൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു അവൻ്റെ സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ തീരുമാനിക്കണം. നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ നോക്കൂ, നമ്മുടെ വീട്ടിൽ അതല്ലെങ്കിൽ നമ്മൾ ഒരു തൊഴിൽ നടത്തുമ്പോൾ ഒരു ജോലിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവസാനം വരെ നോക്കി അവസാനത്തിലാണ് മനുഷ്യരായാലും കൂലി കൊടുക്കുക. വൈകുന്നേരം വരെ പണിയെടുക്കുന്നൊരു മനുഷ്യൻ, അയാൾ അതിൻ്റെ ഇടയിൽ ഇറങ്ങിപ്പോയാൽ അന്നത്തെ കൂലി മുഴുവനായിട്ട് നമ്മൾ ആരും നൽകാറില്ല. അത് ഏതൊരു കമ്പനിയിലായാലും അങ്ങനെയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ വഴിയിലിട്ട് പോകരുത്, ഇത് അവസാനം വരെ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പായ കാര്യം നിങ്ങളിൽ എത്തുന്നത് വരെ നിങ്ങളത് നിലനിർത്തണം. നിസ്കാരം നോമ്പും കാര്യങ്ങളുമൊക്കെ ഈ ഒരു റമദാൻ മാസത്തിൽ മാത്രമല്ല, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിങ്ങളുടെ മരണം നിങ്ങളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ആ കാര്യത്തെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക. അവസാനത്തിൽ എങ്ങനെയാണ് എന്നാണ്. തുടക്കത്തിലൊക്കെ നല്ല ആവേശത്തോടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു എങ്കിൽ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അവസാനത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുകയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ. അല്ലാഹു അതിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وأسلم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, റമദാനിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സകാത്തുൽ ഫിത്ർ എന്നുള്ളത്. നമുക്കൊക്കെ അറിയാം, എല്ലാ ആളുകൾക്കും നിർബന്ധമായും കൊടുക്കേണ്ട ഒരു കാര്യമാണ് സകാത്തുൽ ഫിത്ർ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫറള സകാത്തുൽ ഫിത്രി മിൻ റമളാന അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീന ഹുർറൻ ഔ അബ്ദിൻ ഔ റജുലിൻ ഔ ഇംറഅത്തിൻ സഗീരിൻ ഔ കബീരിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എല്ലാ മുസ്ലിങ്ങളുടെയും മേൽ, അതുപോലെ തന്നെ അടിമയാകട്ടെ സ്വതന്ത്രനാകട്ടെ, അതുപോലെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ വലിയവനാകട്ടെ കുട്ടിയാകട്ടെ, എല്ലാവർക്കും
റമദാനിലെ സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന്. ഇവിടെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇവിടുത്തെ മഹല്ല് അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യം വളരെ പെട്ടെന്ന് നമ്മളത് നൽകേണ്ടതുണ്ട്. അതിൻ്റെ ആളുകൾക്ക് അത് നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു. വഅമറ, സഹാബത്ത് പറയാണ്, വഅമറ ബിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഞങ്ങളെ കൽപ്പിച്ചു, അൻ തുഅദ്ദി ഖബ്ല ഖുറൂജിൻ നാസി ഇലസ്സലാത്ത്, നിങ്ങൾ നമസ്കാരത്തിന് മുസല്ലയിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നിങ്ങളത് കൊടുക്കേണ്ടതുണ്ട്. അല്ല എങ്കിലോ അത് നിങ്ങളിൽ നിന്ന് സകാത്തുൽ ഫിത്റായിട്ട് സ്വീകരിക്കുകയില്ല. ഇനി ഒരാൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് എങ്കിൽ അത് ഫിത്ർ സക്കാത്തായിട്ട് സ്വീകരിക്കുകയില്ല, മറിച്ച് അതൊരു സ്വതക്കയായിട്ട് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു മഹല്ലിലാകുമ്പോൾ ഏറ്റവും നല്ലത് അത് ഒരുമിച്ച് കൂട്ടി കൊടുക്കുന്നത് തന്നെയാണ് ഈ സമയത്ത് നല്ലത്. ഇനി ഒരാൾക്ക് സ്വന്തം കൊടുക്കാൻ പറ്റുകയാണ് എങ്കിൽ അത് കൊടുക്കുന്നത് കൊണ്ട് വിരോധവുമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ലത് കൂട്ടമായിട്ട് കൊടുക്കുന്നത് തന്നെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ റമദാനിൻ്റെ അവസാനത്തിൽ വെച്ച് ഒരു 2.5 കിലോ അരി എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ റമദാനിലെ പോരായ്മകളൊക്കെ ഉണ്ടാവും. നോമ്പിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഓരോരുത്തർക്കും പ്രശ്നങ്ങളും പോരായ്മകളും ഉണ്ടാവും. ആ പോരായ്മകളെയും പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. പെരുന്നാളിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒന്ന് കുളിക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണെങ്കിലും അതിൻ്റെ സുന്നത്തി എന്ന് വിചാരിച്ച് സാധാരണ എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്നത് പോലെ കുളിച്ചു വരികയില്ല, മറിച്ച് പെരുന്നാളിൻ്റെ ദിവസത്തിൽ കുളിക്കുക എന്നുള്ളത് പ്രത്യേക സുന്നത്താണെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ കുളിച്ചു വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നല്ല വസ്ത്രം ധരിക്കുക. നമ്മളൊക്കെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയവരും അതല്ലെങ്കിൽ എടുക്കാൻ നിൽക്കുന്നവരുമൊക്കെ ആയിരിക്കും. പക്ഷെ പുതിയത് തന്നെ ആകണമെന്നില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം വൃത്തിയും അത് വെടിപ്പുമുള്ള ഒരു പുതിയ നല്ല വസ്ത്രം ഏതാണോ ആ വസ്ത്രം ഇട്ടുകൊണ്ടായിരിക്കണം അദ്ദേഹം മുസല്ലയിലേക്ക് നടന്നു വരേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, സുഗന്ധം പൂശുക. ഇതൊക്കെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും പെരുന്നാളിൻ്റെ ഈദ്ഗാഹിലേക്ക് നടന്നു വരുമ്പോൾ സുഗന്ധം പൂശുന്നവരാണ്. പക്ഷെ സുഹൃത്തുക്കളെ, സാധാരണ എല്ലാ ദിവസവും നമ്മുടെ അലമറയിൽ നിന്നോ നമ്മുടെ ഏതെങ്കിലും റൂമിൽ നിന്നൊക്കെ എടുത്ത് പൂശുന്നത് പോലെ പൂശി പോരുകയല്ല, മറിച്ച് അതൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പഠിപ്പിച്ച ഒരു സുന്നത്താണ് എന്ന് വിചാരിച്ച് നമ്മളൊരു സ്പ്രേ അടിക്കുമ്പോൾ, നമ്മളൊരു സുഗന്ധം നമ്മുടെ വസ്ത്രത്തിൽ തേക്കുമ്പോൾ ആ ഒരു നീയത്തോട് കൂടി ചെയ്താൽ അത് നിങ്ങൾക്കൊരു പുണ്യമാണ്, ഒരു കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ തക്ബീറുകൾ ചൊല്ലുക. നമ്മുടെ മാസം കണ്ടു കഴിഞ്ഞാൽ ആ സമയം മുതൽ നമസ്കാരം, അതായത് പെരുന്നാൾ നമസ്കാരം ആരംഭിക്കുന്നത് വരെയാണ് നമുക്ക് തക്ബീർ ചൊല്ലാനുള്ളത്. ആ തക്ബീറുകൾ മാസം കണ്ട ആ സമയം മുതൽ നമുക്ക് ഓരോരുത്തർക്കും കുറ്റയായും കൂട്ടമായും നടന്നു പോകുമ്പോഴും വാഹനത്തിൽ പോകുമ്പോഴും വീട്ടിലിരുന്നും ഒക്കെ നമുക്ക് ചൊല്ലാൻ പറ്റും. അങ്ങനെയൊക്കെ തക്ബീറുകൾ ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈദ്ഗാഹുകളിലേക്ക് നേരത്തെ പോകുക എന്നുള്ളത് വലിയൊരു സുന്നത്താണ്. എവിടെയാണോ ഈദ്ഗാഹ് തയ്യാറാക്കിയിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് കഴിയുന്നതും നേരത്തെ എത്തുക എന്നുള്ളത്. അവിടെ എത്തിയിട്ടൊരു പ്രത്യേക നമസ്കാരങ്ങളൊന്നുമില്ല. പള്ളിയിലേക്ക് കയറുമ്പോൾ ഉള്ളതുപോലെ ഈദ്ഗാഹിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നമ്മൾ തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത്. അതുകൊണ്ട് നമ്മുടെ ഈദ്ഗാഹ് കൃത്യമായ ആ സമയത്ത് ആ നമസ്കാരം തുടങ്ങുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പ് എത്തുക എന്നതിന് അപ്പുറം നമ്മൾ വളരെ നേരത്തെ തന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ ഒരു മക്കളെയും നമ്മുടെ ഭാര്യമാരെയും കുടുംബത്തെയും എല്ലാവരെയും കൂട്ടി ഈദ്ഗാഹുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രത്യേക സുന്നത്താണത് ഈദ്ഗാഹ് എന്നുള്ളത്. പള്ളിയിലല്ല യഥാർത്ഥത്തിൽ ഈദ് നമസ്കാരം നമസ്കരിക്കേണ്ടത്. മഴയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് പള്ളിയിൽ വെച്ച് നമസ്കരിക്കാം. അതല്ല എങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയൊരു സുന്നത്ത് അത് ഈദ്ഗാഹുകളിൽ നമസ്കരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ വളരെ നേരത്തെ തന്നെ ഈദ്ഗാഹുകളിലേക്ക് എത്തുക. അപ്പോഴും നമ്മൾ നടന്നു വരുമ്പോൾ അവിടെ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എത്രയെത്ര സുന്നത്തുകളുണ്ട്. നിങ്ങൾ നടന്നു വരുമ്പോൾ ഒരു ഭാഗത്തിലൂടെ നടന്നു വരണം, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ മറ്റൊരു റൂട്ടിലൂടെ തിരിച്ചു പോകണം. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ സുഹൃത്തുക്കളെ, ഈ ദിവസങ്ങളിലൊക്കെ നമുക്കൊരുപാട് പുണ്യങ്ങൾ നേടാൻ നമുക്ക് സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ഖുതുബ കേൾക്കുക എന്നുള്ളത്. ആദ്യം സാധാരണ ഇപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ ഖുതുബ പറഞ്ഞതിന് ശേഷമാണ് നമസ്കരിക്കുന്നത്. എന്നാൽ ഈദ് നമസ്കാരം എന്നുള്ളത് ആദ്യം നമ്മൾ നമസ്കരിക്കുകയാണ്, പിന്നീടാണ് ഖുതുബ എന്നുള്ളത്. ആ ഖുതുബ കേൾക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്നത്തുകളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയോടെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിൻ്റെ അവസാനത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും പുറത്തു തന്ന ഒരാളായി, ഒരടിമയായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഇനിയും ഉള്ള മണിക്കൂറുകളും ഇനിയുള്ള ദിവസങ്ങളുമൊക്കെ നമ്മൾ അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ റഹ്മാനായ റബ്ബിനെ ഇഷ്ടപ്പെടുന്ന ഒരടിമയായി ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഈ റമളാനിൻ്റെ ഓരോ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത നോമ്പുകൊണ്ടും നമസ്കാരങ്ങളെ കൊണ്ടും മറ്റുള്ള ഇബാദത്തുകളെ കൊണ്ടും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ റമളാൻ കഴിയുമ്പോൾ പാപങ്ങളൊന്നുമില്ലാത്ത ഒരടിമയായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഇനിയും ഒരുപാട് റമളാനുകളിലേക്ക് എത്താനും ഞങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാനുമുള്ള ആയുസ്സും ആരോഗ്യവും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ, കുടുംബക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, പലരുടെയും മാതാപിതാക്കളുണ്ട്. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ. അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അള്ളാഹുവേ, നോമ്പുകാർക്ക് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട റയ്യാൻ എന്ന കവാടത്തിലൂടെ നിന്റെ ഉന്നതമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.